കേരളത്തിലെ സുനാമി നഗറുകളിൽ ജീവിക്കുന്ന ആയിരക്കണക്കിന് പാവങ്ങളായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ നരകതുല്യമായ ജീവിതം ഞാൻ ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് സാർ. സാർ, മുമ്പും ഇതേ വിഷയം ഞാൻ ഈ സഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. സാർ, നാളിതുവരെയായിട്ടും ഈ പാവങ്ങളുടെ കണ്ണുനീരിന് കടലാസിൻ്റെ വില പോലും കൽപ്പിക്കാത്ത ഈ സർക്കാരിൻ്റെ കണ്ണുകൾ തുറപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ ഈ വിഷയത്തെ ഒരിക്കൽ കൂടി സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് സാർ. സാർ, 2004 ഡിസംബർ 24-ന് രാജ്യത്തെ നടുക്കിയ സുനാമി ദുരന്തത്തിലെ ഇരകളാണ് ഇന്ന് സുനാമി നഗറുകളിൽ താമസിക്കുന്നത്. സുനാമി ദുരന്തത്തിലെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ. സാർ, ദുരന്തമുഖത്ത് ഉറ്റവരെയും നഷ്ടപ്പെട്ട് ഉടുതുണി മാത്രമായി ജീവനം കൊണ്ട് ഓടിപ്പോകേണ്ടി വന്നവർ, വിവിധ സന്നദ്ധ സംഘടനകളും സർക്കാരും കൂടി നിർമ്മിച്ചു നൽകിയ കേരളത്തിൽ ആകമാനം 8762 വീടുകൾ. സാർ, അടിയന്തര ഘട്ടത്തിൽ നിർമ്മിച്ചു നൽകേണ്ടി വന്നതുകൊണ്ട് ചതുപ്പ് നിലങ്ങളിലും ഗുണമേന്മ പരിശോധിക്കാത്ത സാധന സാമഗ്രികൾ ഉപയോഗിച്ചുമാണ് സാർ വീടുകൾ അന്ന് നിർമ്മിച്ചത്. സാർ, എൻ്റെ നിയോജക മണ്ഡലമായ കരുനാഗപ്പള്ളിയിൽ കുലശേഖരപുരം, ക്ലാപ്പന ഗ്രാമപഞ്ചായത്തുകളിലും കരുനാഗപ്പള്ളി നഗരസഭയിലുമായി 1465 വീടുകളും, ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ സുനാമി ദുരന്തം നടന്ന പഞ്ചായത്ത്, വിവിധ വാർഡുകളിലായി 729 വീടുകളും നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് സാർ. സാർ, 2 പതിറ്റാണ്ട് കഴിഞ്ഞു. സാർ, നാളെ ഇതുവരെ ഇതിൽ ഒരു വീട് പോലും നവീകരിക്കുവാനോ മെയിൻ്റനൻസ് ചെയ്യുവാനോ കഴിഞ്ഞിട്ടില്ല സാർ. സാർ, ഭിത്തികൾ മുഴുവനും വിണ്ടുകീറി മേൽക്കൂര ഇടിഞ്ഞ് നിലത്ത് വീഴുന്നു. സിമന്റ് പാളികൾ അടർന്നു വീണ് പരിക്കു പറ്റുന്നത് നിത്യസംഭവമാകുന്നു സാർ. സാർ, മിക്ക വീടുകളും പൂർണ്ണമായും വാസയോഗ്യമല്ലാതായി മാറിയിരിക്കുന്നു. സാർ, മരണഭയം നിമിത്തം മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ബന്ധുവീട്ടുകളിൽ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് സാർ. സാർ, മഴ മാനത്ത് കണ്ടാൽ വീടുകളുടെ പരിസരം വെള്ളക്കെട്ടാകുന്നു. സെപ്റ്റി ടാങ്കുകൾ നിറഞ്ഞു കവിഞ്ഞ് മാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും സാർ. സാർ, പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു. കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ് സാർ. ഈ നഗറുകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ ഉത്തരവാദിത്തം അല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു സാർ. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും ഒന്നും ഇതുവരെയും നടന്നിട്ടില്ല സാർ. ഉത്തരവല്ലാതെ യാതൊരു ഫണ്ടും സർക്കാർ ഇതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുമില്ല സാർ. സർക്കാർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം. ബഹുമാനപ്പെട്ട ഈ നിയമസഭയിലെ അംഗം ശ്രീ ചിത്തരഞ്ജൻ MLA നേതൃത്വത്തിൽ ഒരു നിയമസഭാ സമിതി ഈ വീടുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ കരുനാഗപ്പള്ളിയിലും അവിടെയുള്ള വിവിധ നഗറുകളിലും എത്തുകയുണ്ടായി. അവർക്ക് നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുകയുണ്ടായി. സാർ, ആ റിപ്പോർട്ട് ഇപ്പോൾ എവിടെയാണെന്നോ അതിന് പ്രകാരം എന്ത് നടപടിയെടുത്തെന്നോ നാളിതുവരെയും ഒരറിവുമില്ല സാർ. സാർ, ഈ വീടുകൾ ഉടൻ പുനർനിർമ്മിച്ച് നൽകിയില്ലെങ്കിൽ സുനാമിയിൽ രക്തസാക്ഷികളായ ഈ പാവങ്ങൾ ഇരകളായ മറ്റൊരു ദുരന്തത്തിനു കൂടി നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് ഈ സഭയിൽ സാർ രണ്ടാമതും ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. സാർ, ഇതിൽ ഒരാളിൻ്റെയെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടാൽ സർക്കാരായിരിക്കും സാർ ഉത്തരവാദികൾ. ഈ വീടുകളിൽ ദുരിത ജീവിതം നയിക്കേണ്ടി വരുന്ന മത്സ്യത്തൊഴിലാളികളായ പാവങ്ങളുടെ ജീവിത ദുഃഖം ഈ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സാർ. ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച പ്രശ്നം വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ബഹുമാനപ്പെട്ട അംഗം പറയുന്ന എല്ലാ വികാരങ്ങളും ഈ സഭയ്ക്ക് ആകെ ഉണ്ടെങ്കിലും ചില സഭാ നടപടികൾക്കകത്ത് ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ എന്ന പ്രയാസം നമ്മുടെ മുമ്പിലുണ്ട്. അത് ബഹുമാനപ്പെട്ട അംഗത്തിനും അറിയാവുന്ന കാര്യമാണ്. 2004 സുനാമി ദുരന്തത്തിൽ വീടും വസ്തുക്കളും നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാനായി രൂപം കൊടുത്തതാണ് സുനാമി പുനരധിവാസ പദ്ധതി. സുനാമി പുനരധിവാസ പദ്ധതി ഒരു തുടർ പദ്ധതിയല്ല. ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ഗുണഭോക്താക്കൾക്ക് കൈമാറുന്നതോടുകൂടി ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുകയാണ്. എന്നാൽ സുനാമി പുനരധിവാസി പദ്ധതി പ്രകാരം നിർമ്മിച്ച പാർപ്പിട സമുച്ചയങ്ങളുടെ ശോച്യാവസ്ഥ സംബന്ധിച്ച പരാതികളും പത്രവാർത്തകളും സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമുണ്ട്. സുനാമി പുനരധിവാസ പദ്ധതി പ്രകാരം നിർമ്മിച്ച നഗറുകളിലെ മാലിന്യ നിർമ്മാർജ്ജനം, സെപ്റ്റിക് ടാങ്ക് കവിഞ്ഞൊഴുകൽ, മാലിന്യ സംസ്കരണം, ചുറ്റുമതിൽ നിർമ്മാണം എന്നീ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിനെയും കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ജലവിഭവ വകുപ്പിനെയും ഏൽപ്പിച്ചുകൊണ്ട് 12/2/2019 സാധാരണ ഉത്തരവ് 97/2019/DMD പ്രകാരം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. സാർ, തുടർന്ന് 3/7/2020 592/2020 DMD പ്രകാരം എല്ലാ സുനാമി വീടുകൾ, ഫ്ലാറ്റുകൾ പരിപാലന ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകി ഉത്തരവ് ആവുകയും ചെയ്തിട്ടുണ്ട്. സുനാമി നഗറുകളുടെ നിർമ്മാണം പൂർത്തിയായി ഗുണഭോക്താവിന് കൈമാറിക്കഴിഞ്ഞാൽ
വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ ഗുണഭോക്താവ് തന്നെ നിർവഹിക്കേണ്ടതാണെന്നും അതിനായി തുക അനുവദിക്കാൻ കഴിയില്ല എന്നും വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നിർവഹിക്കുന്നതിനായി ഫണ്ട് അനുവദിക്കുന്നത് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെ തീരുമാനം കൈക്കൊള്ളാവുന്നതാണെന്നുമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ സുനാമി നഗരങ്ങളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഏറെ എണ്ണം കൂടുതലുള്ളതുകൊണ്ട് പരാതികൾ പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട അംഗം നേരത്തെയും ഈ പ്രശ്നം ഞങ്ങളുടെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കരുനാഗപ്പള്ളി താലൂക്കിൽ അയണി വേലിക്കുളങ്ങര, കരുനാഗപ്പള്ളി, കുലശേഖരപുരം, ക്ലാപ്പന, ആദിനാട് എന്നീ വില്ലേജുകളിൽ 47 സുനാമി നഗരങ്ങളിലായി 1080 വീടുകൾ അനുവദിച്ചിരുന്നു. സർ, സുനാമി പുനരധിവാസ പദ്ധതി പ്രകാരം വീട് വെച്ച് നൽകിയ ഭൂമിക്ക് പട്ടയം നൽകണം എന്നത് വളരെ കാലത്തെ ആവശ്യമായിരുന്നു. കാരണം അല്ലെങ്കിൽ സർക്കാർ കൊടുക്കുന്ന ചില സഹായങ്ങൾ പോലും ലഭ്യമാകുന്നില്ല എന്ന പ്രശ്നം ഉയർന്നു വന്നു. ഭൂമിയുടെ അഥവാ ഫ്ളാറ്റുകളുടെ ഉടമസ്ഥാവകാശം കൈമാറിയിട്ടില്ലാത്തത് കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അറ്റകുറ്റപ്പണി നടത്താൻ സാധിക്കില്ല എന്ന വിഷയവും നിലനിന്നിരുന്നു. സർ, 2004 ഉണ്ടായ ഈ ദുരന്തത്തിൽ 2004 മുതൽ അനുവദിച്ചു പോന്ന സുനാമി വീടുകളുടെ ഭൂമിക്ക് സാർ ദീർഘകാലത്തിന് ശേഷം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് കരുനാഗപ്പള്ളി താലൂക്കിലെ ഗുണഭോക്താക്കൾക്ക് ഭൂമി പതിച്ച് പട്ടയം നൽകുകയും തണ്ടപ്പേർ പഠിച്ച് കരമീടാക്കി വരികയും ചെയ്യുന്നുള്ളത്. ആയതിനാൽ ഭൂമിയുടെയും വീടിൻ്റെയും സ്വതന്ത്രമായ എല്ലാ അവകാശങ്ങളും ഗുണഭോക്താക്കൾക്ക് നൽകിയിട്ടുണ്ട്. സ്വന്തമായി വീടും ഭൂമിയും ഉള്ളവർക്ക് സർക്കാരിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും പ്രസ്തുത ഭൂവുടമകൾ കൂടി അർഹരായിരിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് നൽകുന്ന ധനസഹായം അർഹതയുടെ അടിസ്ഥാനത്തിൽ സുനാമി ഫ്ളാറ്റിലെ ഗുണഭോക്താക്കൾക്ക് നൽകും. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പട്ടയം അനുവദിച്ചതും തണ്ടപ്പേർ പിടിച്ചുകൊടുത്തതും. എന്നിരുന്നാലും സുനാമി നഗരങ്ങളിലെ ഭവനങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി റവന്യൂ വകുപ്പിൽ പ്രത്യേക ഫണ്ടില്ലാത്തതിനാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ഫിഷറീസ് വകുപ്പ് മുഖേനയോ മറ്റേതെങ്കിലും പദ്ധതിയിൽപ്പെടുത്തിയോ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുള്ള സാധ്യത പരിശോധിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇതിനായി ഈ സമ്മേളന കാലയളവിൽ തന്നെ റവന്യൂ, ഫിഷറീസ്, തദ്ദേശ സ്വയംഭരണം, ധനകാര്യ വകുപ്പ് മന്ത്രിമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു യോഗം വിളിച്ചു ചേർക്കാനും തുടർ നടപടികൾ ആലോചിക്കാനും കഴിയുന്ന വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട സഭയെ അറിയിക്കുന്നു. സി.ആർ. മഹേഷ്, ചോദ്യം. സർ, ഇതെല്ലാം സാങ്കേതികമായ മറുപടികളാണ് സർ. ചോദ്യം. സാർ, ഒരു ജീവിത യാഥാർത്ഥ്യമാണ് വളരെ വൈകാരികമായി നേരത്തെയും ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത്. സാർ, അടിയന്തരമായി സുനാമി നഗരങ്ങളിലെ വീടുകൾ പുനർനിർമ്മാണത്തിന് സർക്കാർ പ്രത്യേക പദ്ധതിയും പണവും അടിയന്തരമായി അനുവദിക്കാൻ കഴിയുമോ എന്ന് വ്യക്തമാക്കണം. നേരത്തെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ വികാരങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇതൊരു തുടർ പദ്ധതിയല്ല. അതിന് മറ്റനേകം പദ്ധതികൾ പോലെ തുടർന്ന് പല പദ്ധതികളും തുടർ സംവിധാനങ്ങൾ ചെയ്യാൻ കഴിയുന്ന സാഹചര്യമില്ല എന്നുള്ളത് ഉള്ള സാഹചര്യം ഉണ്ടെങ്കിലും അടിയന്തരമായി ഈ 4 വകുപ്പുകളെ കൂടി കൂട്ടിയാലോചിച്ച് ധനകാര്യ വകുപ്പ് മന്ത്രിയായി കൂടിയാലോചിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്തി നമുക്ക് ഏതെല്ലാം വിധത്തിലാണ് ഇതിനെ സഹായിക്കാവുന്നത്, പുറത്തുനിന്നുള്ള സഹായങ്ങൾ കൂടി ഉൾപ്പെടുത്തി MLA-മാരുൾപ്പെടെ നേതൃത്വം നൽകി അതാത് പ്രദേശങ്ങളിൽ പുറത്തുനിന്ന് നാം നടത്തുന്ന മറ്റു സേവനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതെല്ലാം തരത്തിൽ അത് ചെയ്യാൻ കഴിയും എന്ന കാര്യം ഗൗരവമായി പരിശോധിക്കുന്നതാണ്.